ഏപ്രിൽ 7-ാം തീയതിയായ ഇന്ന് കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ഏപ്രിൽ 9-നാണ് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുക. മെയ് 4-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അതിനു മുൻപായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ കഴിയുന്നതെങ്കിലും മെയ് 6-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പരിശോധന കർശനമായി നടക്കുന്നുണ്ട്. കാരണം പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കമാണ് ഇത്തരത്തിലുള്ള പരിശോധന വഴി വേണ്ടപ്പെട്ട അധികാരികൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ 50,000 രൂപയാണ് നിങ്ങളുടെ പക്കൽ ഉള്ളത് എങ്കിൽ തീർച്ചയായും ആ 50,000 രൂപ എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ രേഖ കയ്യിൽ കരുതേണ്ടതുണ്ട്. വാഹന പരിശോധനയ്ക്കിടയിൽ ഇത്തരത്തിൽ 50,000 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ രേഖ തീർച്ചയായും ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇനി അതല്ല, 10 ലക്ഷം രൂപയാണ് കൈവശമുള്ളതെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ രേഖകൾ കൈവശമുണ്ടായിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, 2,71,40,952 വോട്ടർമാരാണ് ഇത്തവണ ഉള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്നതും, അതായത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം എന്തെല്ലാമാണ് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഭരണകക്ഷിയായ LDF മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള തുടർഭരണത്തിൽ സംസ്ഥാനം നേടിയിട്ടുള്ള വലിയ വികസനമാണ്. വികസനം മുൻനിർത്തിയാണ് LDF വോട്ട് തേടുന്നത്. ഈ വികസനം തുടരണമെങ്കിൽ മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തണം എന്നുള്ളതാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട. ഒപ്പം തന്നെ വർഗീയതയെ ചെറുതു തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി LDF പറഞ്ഞു വെക്കുന്നു. അത് അവരുടെ പരമ്പരാഗത നയം തന്നെയാണ്. എങ്കിൽ കൂടി ഇത്തവണയും അത് ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും LDF പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനം തന്നെയാണ്. വികസനം തുടരണമെങ്കിൽ LDF വന്നേ മതിയാകൂ എന്നുള്ള നിലപാടിലാണ് ഇത്തവണ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഈ വികസനത്തെ LDF കാണുന്നത്. UDF ആകട്ടെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന നിലയിൽ UDF മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി കൂടി മുന്നിലേക്ക് കടക്കാനാണ് UDF ശ്രമിക്കുന്നത്. BJP ആകട്ടെ ഇപ്പോൾ നിലവിൽ യാതൊരു തരത്തിലെ അക്കൗണ്ടും അവരുടെ ആയിട്ട് ഓപ്പണായി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേമത്ത് തുറന്ന പഴയ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ കഴിയുമോ എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ A+ മണ്ഡലങ്ങൾ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു പക്ഷേ BJPക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് മിക്ക പ്രീപോൾ സർവേകളും പ്രവചിക്കുന്നത്. പക്ഷേ BJP കുറച്ചുകൂടി കടന്നുകൊണ്ട് ഇത്രയും മണ്ഡലങ്ങളിൽ തങ്ങൾ ഒന്നാമതെത്തും അല്ലെങ്കിൽ വിജയികളായി എത്തും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പാലക്കാട്, അതേപോലെ തന്നെ തൃശ്ശൂർ, നേമം, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, വട്ടിയൂർക്കാവ്, അതേപോലെ മഞ്ചേശ്വരം, ഇത്രയും സീറ്റുകളാണ് BJP പ്രതീക്ഷ അർപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അട്ടിമറി വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. LDF ഭരണം തുടരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാടാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. കാരണം അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ 2021 50,000-ലധികം വോട്ട് BJP നേടിയ മണ്ഡലമാണ് പാലക്കാട്. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ക്രൗഡ് പുള്ളർ ആണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നു. അതുപോലെ തന്നെ വെറും 86 വോട്ടിന് പരാജയപ്പെട്ട മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. അക്കൗണ്ട് തുറന്ന നേമത്ത്, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു എന്നുള്ള കാര്യവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ 3 മണ്ഡലങ്ങൾ രാഷ്ട്രീയ കേരളം
ഉറ്റുനോക്കുന്നു. പാലക്കാട് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, അവിടെ ശോഭാ സുരേന്ദ്രന് കൃത്യമായ ഒരു കോൺഗ്രസിന്റെ ഒരു ബദൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് മറുപടി പറയാൻ കോൺഗ്രസിന് ഒരു ബദൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തെ സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കൾ വെട്ടിനിരത്തിയിട്ട് പകരം ഒരു ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളും അണികളും ഒന്നിച്ച് ആഗ്രഹിച്ച ഒരു കാര്യം ഇത്തവണ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സാന്നിധ്യമില്ല. പകരം അവിടെ വി ഡി സതീശൻ്റെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഈ തലമുതിർന്ന നേതാക്കളുടെ ഒരു ദുർബലനായിട്ടുള്ള ഡെമ്മി സ്ഥാനാർത്ഥിയാണ് ഉള്ളത് എന്നുള്ളതാണ്. NMR റസാഖാണ് LDF വേണ്ടി പാലക്കാട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാധ്യതയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് LDF കാണുന്നത്. ഏതായാലും ഈ 3 മണ്ഡലങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി BJP നോക്കിക്കാണുന്നു. പാലക്കാട്, നേമം, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങൾ BJPക്ക് തീർച്ചയായും ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ BJP പ്രതീക്ഷ വെൽക്കുന്ന മണ്ഡലങ്ങൾ ഇവയാണ്. ഒന്ന് തൃശ്ശൂരാണ്. അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു. പ്രധാനമന്ത്രി അവിടെ പാലക്കാടിന് പുറമെ റോഡ് ഷോ നടത്തിയ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം. പിന്നീട് മറ്റൊന്ന് ചാത്തന്നൂരാണ്. അവിടെ BB ഗോപകുമാറാണ് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ P സുധീറാണ് മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ BJPക്ക് വേണ്ടി ജനവിധി തേടുന്നു. മലപ്പുറത്ത് ശ്രീ കൃഷ്ണകുമാറാണ് BJPക്ക് വേണ്ടി ജനവിധി തേടുന്നത്. ഇത്തരത്തിൽ ഇത്രയും മണ്ഡലങ്ങളാണ്, ഈ 3 മണ്ഡലങ്ങളെ കൂടാതെ ഉള്ള ഇത്രയും മണ്ഡലങ്ങളിൽ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാബു M ജേക്കബിന്റെ പാർട്ടിക്ക് വേണ്ടി BJP മാറ്റിവെച്ചത് 19 സീറ്റുകളാണ്. ഈ 19 സീറ്റുകളിൽ വളരെ ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നുള്ളത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അവിടെയൊക്കെ കൃത്യമായ ഡീലുണ്ട് എന്ന് പരസ്പരം മുന്നണികൾ ആരോപിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത്തരം ഡീലുകൾ ഉണ്ട് എന്ന് തന്നെ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ ദുർബലമായ സ്ഥാനാർത്ഥികളെയാണ് സാബു M ജേക്കബ് BJPക്ക് വേണ്ടി, അല്ലെങ്കിൽ BJP ഘടകകക്ഷി എന്ന നിലയിൽ സാബു M ജേക്കബ് മത്സരിപ്പിക്കുന്നത്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ. കാത്തിരിക്കാം നമുക്ക് മെയ് 4-ന് എന്ത് സംഭവിക്കും. ഈ അവകാശവാദങ്ങൾ, ഈ മുന്നണികളുടെ അവകാശവാദങ്ങൾ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു. ആത്യന്തികമായി ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. അവർ തീരുമാനിക്കും ആര് ഞങ്ങളെ ഭരിക്കണം എന്നുള്ള കാര്യം. അതിന് മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഇതെല്ലാം തന്നെ അവകാശവാദങ്ങളായി തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.